നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ സോണിയ അമ്മച്ചി മക്കളും ഇനി എന്തിന് ജീവിച്ചിരിക്കുന്നു? നാണം കെട്ട് എന്തിനിങ്ങനെ നടക്കുന്നു? കുറേ കോൺഗ്രസിലെ പടുകിഴവന്മാരുമുണ്ട്, കുറേ ഉണ്ണാക്കന്മാരുമുണ്ട്. കാശിന് ഗുണമില്ലാത്ത സംസ്ഥാനത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ദേശീയ തലത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെയായിട്ട് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും കടന്നാക്രമണവും പരിഹസിച്ചുമല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി? നിങ്ങളൊക്കെ വായും പൊളന്നിരുന്ന് കേട്ടുകൊണ്ടിരുന്നല്ലേ? മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസംഗവും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ പ്രസ്താവനയും പുറത്തു വന്നതോടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 40 സീറ്റ് കടക്കില്ലെന്ന കാര്യം ഉറപ്പായെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. കോൺഗ്രസിന് 40 സീറ്റെങ്കിലും നേടാൻ താൻ പ്രാർത്ഥിക്കാമെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസംഗം കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഇത്രമാത്രം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെ ലഭിച്ചെന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ശരിയാണ്, സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരനല്ലേ ഈ മല്ലികാർജുൻ ഖാർഗെ? എത്ര സ്വാതന്ത്ര്യം ആര് കൊടുത്തിരിക്കുന്നു? അപ്പോഴാണ് 2 കമാൻഡർമാരും ഡൽഹിയിൽ ഇല്ലെന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്ന് മോദി പറയുന്നു. അങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം 4ഉം 6ഉം അടിച്ച് മുന്നേറി. നേതാക്കളുടെ മേൽ ഒരു ഉറപ്പുമില്ലാത്ത കോൺഗ്രസ് അവരുടെ തത്വം കൊണ്ട് മോദി സർക്കാരിനെ ചോദ്യം ചെയ്യുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കോൺഗ്രസ് വിഘടനവാദവും ഭീകരവാദവും പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയുടെ മണ്ണ് വിദേശ ശക്തികൾക്ക് സമ്മാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും കോൺഗ്രസ് അടിമത്ത മനോഭാവം തുടർന്നു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കോൺഗ്രസ് തകർക്കുകയാണ് ചെയ്തത്. BSNL, MTNL, എയർ ഇന്ത്യ തുടങ്ങിയവയെ തകർത്തത് കോൺഗ്രസ് ആണ്. LICയുടെ ഓഹരി വില ഇന്ന് റെക്കോർഡിലെത്തി. 234 നിന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം ഇന്ന് 254 എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും മോദി വെറുതെ വിട്ടില്ല. രാഹുൽ ഗാന്ധി ഇതുവരെ സ്റ്റാർട്ടാകാത്ത സ്റ്റാർട്ടപ്പ് ആണെന്നാണ് മോദി പരിഹസിച്ചത്. കോവിഡ് കാലത്ത് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മോദി എടുത്തു പറഞ്ഞു. കോവിഡ് കാലത്ത് സംസ്ഥാനങ്ങളുമായും മുഖ്യമന്ത്രിമാരുമായും ചേർന്ന് ടീമായി പ്രവർത്തിക്കാൻ സാധിച്ചു. സംസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നയമാണ് കേന്ദ്രത്തിൻ്റെതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.